ഇന്ന് നമുക്ക് പോച്ചമ്മ എന്ന തെലുങ്ക് വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ. ഇതിൽ മുഴുവൻ 5 എപ്പിസോഡുകളാണുള്ളത്. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, തന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് താമസിക്കുവാനായി എത്തുന്ന ഫ്രാൻസിസും കുടുംബവും. ആ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് നോക്കി നടത്തുന്നത് രഘുപതിയും കുടുംബവുമായിരുന്നു. രഘുപതിയും കുടുംബവും പോച്ചമ്മ എന്ന ദേവിയുടെ വിഗ്രഹം വെച്ച് ആരാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് എത്തിയ ഫ്രാൻസിസ് ആ ഒരു വിഗ്രഹം അവിടെ നിന്ന് വിളക്കി ദൂരെ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയുണ്ടായി. വിഗ്രഹം ആ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് പോയതിൽ പിന്നെ ഫ്രാൻസിസിനും കുടുംബത്തിനും ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഫ്രാൻസിസിനും കുടുംബത്തിനും ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. എസ്റ്റേറ്റ് ഓണറായ ഫ്രാൻസിസിന് ഭാര്യയും 2 പെൺമക്കളുമാണുള്ളത്. മൂത്ത മകളുടെ വിവാഹം ഒക്കെ കഴിഞ്ഞു. രണ്ടാമത്തെ മകളായ ജെസ്സി പഠിക്കുകയാണ്. ഇവർ ഫോറിൻ കൺട്രിയിൽ സെറ്റിലാണ്. സ്വത്തും കാശുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഫ്രാൻസിസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ ആ ഒരു എസ്റ്റേറ്റിൽ വന്ന് സമാധാനമായിട്ട് ജീവിക്കുക, അത് മാത്രമായിരുന്നു. എന്നാൽ എസ്റ്റേറ്റ് ഒക്കെ ഇപ്പോൾ നോക്കി നടത്തുന്നതോ രഘുപതിയും രഘുപതിയുടെ ഫാമിലിയുമാണ്. രഘുപതിക്ക് ഭാര്യയും 2 മക്കളുമാണുള്ളത്. മൂത്ത മകന്റെ പേര് സുരേഷ്. സുരേഷിന്റെ വിവാഹപ്രായമൊക്കെ ആയി നിൽക്കുകയാ. രണ്ടാമത്തെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്നാൽ ഇപ്പോൾ 1-ാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഫ്രാൻസിസിന്റെ ഫാമിലിയും രഘുപതിയുടെ ഫാമിലിയും ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. കാരണം എന്തെന്നാൽ, ഫ്രാൻസിസിന്റെ ഇളയ മകളായിട്ടുള്ള ജെസ്സി ടെറസിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഡോക്ടർമാരൊക്കെ എത്ര തന്നെ രക്ഷിക്കുവാനായി നോക്കിയെങ്കിലും നടന്നതേയില്ല. ജെസ്സി മരണപ്പെട്ടു പോയി. എന്താണ് ഫ്രാൻസിസിന്റെ ഫാമിലിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനായിട്ടുള്ള കാരണമെന്നത് ഒരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് കാണിക്കുന്നത്. രഘുപതിയാണല്ലോ എസ്റ്റേറ്റിന്റെ മാനേജർ. രഘുപതിയും കുടുംബവും ചേർന്നാണ് ആ ഒരു എസ്റ്റേറ്റ് നന്നായിട്ട് നോക്കി നടത്തിയിരുന്നത്. എന്നാൽ ഫ്രാൻസിസ് തന്റെ ഫാമിലിക്കൊപ്പം എസ്റ്റേറ്റിലേക്ക് താമസിക്കുവാനായും എത്തി. പക്ഷെ അവിടെ രഘുപതിയാണെങ്കിലോ പോച്ചമ്മ എന്നൊരു ദേവിയെ ആരാധിക്കുന്നുണ്ടായിരുന്നു. പോച്ചമ്മയുടെ വിഗ്രഹമൊക്കെ വെച്ച് ആരാധനയും നടത്തിയിരുന്നു. പക്ഷേ ഫ്രാൻസിസിനാണെങ്കിലോ അതൊട്ടും ഇഷ്ടമായതേയില്ല. പോച്ചമ്മയുടെ വിഗ്രഹം അവിടെ നിന്ന് ഇളക്കി മാറ്റുവാനായിട്ട് ജോലിക്കാരോട് പറയുകയുണ്ടായി. അതൊരിക്കലും ചെയ്യരുത്, ശക്തിയുള്ള ദൈവമാണെന്നൊക്കെ രഘുപതി പറഞ്ഞിട്ടും ഫ്രാൻസിസ് കേട്ടതേയില്ല. ജോലിക്കാരെ കൊണ്ട് വിഗ്രഹം ഇളക്കിച്ചിട്ട് ഫ്രാൻസിസ് അത് ദൂരെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഫ്രാൻസിസിന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുവാനായും തുടങ്ങിയത്. രണ്ടാമത്തെ മകളായ ജെസ്സി ആത്മഹത്യ ചെയ്തതും ഇപ്പോൾ മരണപ്പെട്ടതും. ആ ഒരു സീൻ അവിടെ കട്ടായി പ്രസന്റ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഫ്രാൻസിസിന്റെ വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നം നടന്നത് കൊണ്ട് തന്നെ പോലീസ് കേസെടുത്തു. പോലീസുകാർ കേസ് അന്വേഷിക്കുവാനായും തീരുമാനിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ജെസ്സിയുടെ സഹോദരിയെ യുവെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. യുവയുടെ ആനിവേഴ്സറി ദിവസമാണ് ജെസ്സി മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് യുവയോട് ചോദിക്കുന്നു. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് യുവ. യുവയുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ അച്ഛനായ ഫ്രാൻസിസ് അവൾക്കൊരു ഡയമണ്ട് നെക്ലസ് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ആ ഒരു സന്തോഷത്തിൽ ഭർത്താവിനടുത്തേക്ക് എത്തുകയാണ് യുവ. അടുത്ത ആനിവേഴ്സറിയിൽ നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷമായിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് സഹോദരിയായ ജെസ്സിയെ കാണിക്കുന്നു. കുളിച്ചുകൊണ്ടിരുന്ന ജെസ്സിക്കാണെങ്കിൽ തന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെയൊക്കെ തോന്നുകയാണ്. ആ ഒരു കാര്യം അവൾ അമ്മയോടും സഹോദരിയോടും വന്ന് പറയും. തന്നെ ആരോ ഫോളോ ചെയ്യുന്നുവെന്നും താൻ കുളിക്കുന്ന സമയത്ത് ആരോ നോക്കുന്നത് പോലെ തനിക്ക് തോന്നുന്നുവെന്നും ജെസ്സി പറയുന്നു. എന്നാൽ അവിടുത്തെ ജോലിക്കാരനാണ് സുരേഷ്, അതായത് രഘുപതിയുടെ മകനായ സുരേഷ്. സുരേഷ് അവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജെസ്സിയുടെ അമ്മയും ജെസ്സിയും ഒക്കെ അവനടുത്തേക്ക് വരുന്നു. സുരേഷിനെയായിരുന്നു അവർക്ക് സംശയം. പക്ഷേ ഒരുപാട് നാളുകളായിട്ട് അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരധികമൊന്നും അത് കാര്യമാക്കിയതേയില്ല. അതെല്ലാം നിന്റെ തോന്നലായിരിക്കുമെന്നാണ് ജെസ്സിയോട് അമ്മ പറഞ്ഞത്. അങ്ങനെ കുറെ കഴിഞ്ഞ് സുരേഷും ജെസ്സിയും നിന്ന് സംസാരിക്കുന്നത് ഡേവിഡും യുവയും കാണുന്നു. ഇവർക്ക് എന്താ ഇത്ര സംസാരിക്കാൻ, നീ ഒന്ന് പോയി ചോദിച്ചേന്ന് ഡേവിഡ് യുവയോട് പറയുന്നു. യുവ അവിടേക്ക് എത്തുകയാണ്. എന്തിനാ നീ എന്റെ സഹോദരിയോട് സംസാരിക്കുന്നതെന്ന് സുരേഷിനോട് ചോദിക്കുന്നു. എന്നാൽ ജെസ്സി പറയുന്നത് കേൾക്കുവാനായിട്ടും സുരേഷ് പറയുന്നത് കേൾക്കുവാനായിട്ടും യുവ കൂട്ടാക്കിയതേയില്ല. യുവയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് കേൾക്കാൻ പോലും അവൾ തയ്യാറായില്ല. ഇവനൊരു മിഡിൽ ക്ലാസ് പയ്യനാണ്. അവനോട് നീ എന്തിനാ സംസാരിക്കുന്നത്, സഹകരിക്കുന്നത്? ദേ, ഈ ഒരു കൂട്ട് ഇവിടെ അവസാനിപ്പിച്ചേക്കണമെന്ന് പറഞ്ഞാണ് യുവ ദേഷ്യപ്പെടുന്നതും. മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പയ്യൻ എന്ന രീതിയിലാണ് സുരേഷിനെ യുവ ഒരുപാട് അപമാനിക്കുന്നതും. അന്നേ ദിവസം രാത്രി യുവയുടെയും ഡേവിഡിന്റെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നു. കേക്ക് കട്ടിംഗ് ഒക്കെ നടക്കുകയാണ്. അതേസമയം കുടിച്ച് വീലായി ജെസ്സി ആണെങ്കിലോ നേരെ പോകുന്നത് ടെറസിന് മുകളിലേക്ക്. ടെറസിന് മുകളിൽ കയറി നിന്ന ജെസ്സി എല്ലാവരോടും ഹലോ ഇങ്ങോട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞ് അവിടെ വല്ലാതെ ബഹളം വെക്കുന്നു. എല്ലാവരും താഴേക്കിറങ്ങി വരുവാനായിട്ടും അപകടമാണെന്നുമൊക്കെ ജെസ്സിയോട് പറയുന്ന സമയത്ത് ജെസ്സി അവിടെ നിന്നും താഴെ വീഴുകയാണ് ചെയ്തത്. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നതെന്നും യുവ പോലീസ് ഓഫീസറിനോട് പറയുന്നു.
യുവയ്ക്കും പോലീസ് ഓഫീസറിനും നല്ല സംശയമുണ്ടായിരുന്നത് സുരേഷിനെയാണ്. അതുകൊണ്ട് തന്നെ സുരേഷിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. സുരേഷ് പറയുന്നത് കുറെ നാളുകളായിട്ട് യുവയും താനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഈ ഒരു വിവരം വീട്ടുകാരെ അറിയിക്കുന്നത് സംബന്ധിച്ചാണ് അന്ന് സംസാരിച്ചത്. ആ ഒരു കാര്യം പറഞ്ഞാണ് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് നിന്നതെന്നും വീട്ടുകാരോട് ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നതിൽ നല്ല പേടിയുണ്ടായിരുന്നുവെന്നും ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നതെന്നും ജെസ്സിയുടെ മരണത്തിന് താൻ ഉത്തരവാദിയല്ല എന്നും സുരേഷ് പറയുന്നു. സുരേഷ് പറയുന്നത് സത്യമാണെന്ന് പോലീസുകാർക്ക് തോന്നുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ നേരെ എത്തുന്നത് എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കടുത്തേക്കാണ്. ജെസ്സിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിനെല്ലാത്തിനും കാരണം പോച്ചമ്മയാണ്. പോച്ചമ്മയോ അതാരാന്ന് ചോദിക്കുമ്പോൾ അതൊരു അമ്മനാണ്. ഒരുപാട് ശക്തിയുള്ള ദൈവമായിരുന്നു. പക്ഷേ മുതലാളിയും കുടുംബവും ഇവിടേക്ക് താമസം വന്ന സമയത്ത് ഞങ്ങളൊക്കെ ആരാധിച്ചിരുന്ന പോച്ചമ്മയുടെ വിഗ്രഹം മുതലാളിയും കുടുംബവും ഇവിടെ താമസത്തിന് വന്നതിന് ശേഷം മുതലാളി ഇളക്കി ദൂരെ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയുണ്ടായി. അതിനുശേഷമാണ് മുതലാളിയുടെ കുടുംബത്തിന് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ തുടങ്ങിയതെന്നും ജോലിക്കാർ പറയുന്നു. അതെല്ലാം കേട്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന മട്ടിലിരിക്കുകയാണ് പോലീസുകാർ. പോലീസുകാർ നേരെ വരുന്നത് ജെസ്സിയുടെ കുടുംബത്തെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ജെസ്സിയുടെ അച്ഛനോടും അമ്മയോടും ജെസ്സിക്ക് എന്തൊക്കെയാണ് ഹോബി എന്ന് ചോദിക്കുന്നു. അവൾ മ്യൂസിക് ഒക്കെ കേൾക്കും, പിന്നെ ബുക്കൊക്കെ വായിക്കും, അതാണ് അവളുടെ പ്രധാന പരിപാടിയെന്നും അച്ഛനും അമ്മയും പറയുന്നു. അല്ലാതെ ജെസ്സിക്ക് ഈ ലഹരി മരുന്നൊക്കെ ഉപയോഗിക്കൽ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും തന്റെ മകൾക്കില്ലായിരുന്നുവെന്നും ഫ്രാൻസിസ് പറയുന്നു. ജെസ്സിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ജെസ്സി മരിക്കുന്ന സമയത്ത് ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു, അതിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് അച്ഛനും അമ്മയും ഷോക്കായി പോകും. പോലീസ് ഉദ്യോഗസ്ഥർ പോയ ശേഷം ഉടനെ തന്നെ ഫ്രാൻസിസിന്റെ ഭാര്യയെ വഴക്ക് പറയുകയാണ്. എല്ലാത്തിനും കാരണം നീയാണെന്നാണ് ഫ്രാൻസിസ് തന്റെ ഭാര്യയോട് പറയുന്നത്. സത്യത്തിൽ ഫ്രാൻസിസ് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. ഡ്രഗ്സ് എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നത് ഒരു ലോക്കറിലാണ്. അവിടെ നിന്നായിരിക്കാം മകളുടെ കൈവശം എത്തിയിട്ടുണ്ടാവുക എന്നതാണ് ഫ്രാൻസിസിന്റെ സംശയവും. ലോക്കറിന്റെ ചാവി ഭാര്യയുടെ കൈവശവുമുണ്ട്. എന്നാൽ ഭാര്യയാണെങ്കിൽ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ച് നിന്റെ ഓർമ്മശക്തിയെ നഷ്ടമായി, അതാ ഇതെല്ലാം നഷ്ടമായതെന്നും ഫ്രാൻസിസ് ഭാര്യ വഴക്ക് പറയുന്നു. ഉടനെ തന്നെ ലോക്കർ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ലോക്കറിലുള്ള ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ട്. ഇതിനു പിന്നിൽ വേറെ എന്തോ ആണെന്നുള്ള കാര്യവും ഭാര്യ ഫ്രാൻസിസിനോട് പറയുന്നു. മറ്റൊരു വശത്ത് പോലീസ് ഉദ്യോഗസ്ഥർ നേരെ പോകുന്നത് വീണ്ടും സുരേഷിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം യുവയും ഉണ്ടായിരുന്നു. ഇവനാണ് എന്റെ സഹോദരി കൊന്നത്, ഇവനെ അടിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സത്യമെല്ലാം അറിയാൻ കഴിയുമെന്നും യുവ പറയുന്നു. അത് കേട്ട് സുരേഷ് പറയുന്നത് ഞാനല്ല ജെസ്സിയെ കൊന്നത്, പക്ഷേ മരിക്കുന്നതിന് മുൻപ് അവൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞിരുന്നു. അതിന്റെ തെളിവെല്ലാം അവളുടെ ഡയറിയിലുണ്ടെന്നും സുരേഷ് പറയുന്നു. എന്താണ് ജെസ്സി പറഞ്ഞതെന്നാൽ സത്യത്തിൽ ജെസ്സിയെ ഡേവിഡ് ഒരുപാട് ശല്യം ചെയ്തിരുന്നു, അവളെ ഒരുപാട് ടോർച്ചർ ചെയ്തിരുന്നുവെന്ന്. ഇത് കേട്ടതും യുവ ഞെട്ടിപ്പോകുന്നു. ജെസ്സി ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് ജെസ്സി അവളുടെ അമ്മയോട് പറഞ്ഞില്ലേ? സത്യത്തിൽ അവളെ ഫോളോ ചെയ്തിരുന്നത് ഈ ഡേവിഡ് ആയിരുന്നു. അവൾ കുളിക്കുമ്പോൾ വന്ന് എത്തി നോക്കുക, അവൾ ഉറങ്ങുന്ന സമയത്ത് അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കിടന്നാൽ അതൊക്കെ നോക്കി രസിക്കുക, എങ്ങനെയെങ്കിലും ജെസ്സിയുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടണം. അത് മാത്രമായിരുന്നു ഡേവിഡിന്റെ ഉദ്ദേശവും. അത് ജെസ്സിക്ക് മനസ്സിലായി. തനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം വന്ന് സുരേഷിനോട് പറയുകയുണ്ടായി. അതാണെന്ന് സുരേഷും ജെസ്സിയും മാറി നിന്ന് സംസാരിക്കുന്നത് ഡേവിഡ് കാണുകയും ഡേവിഡ് യുവയോട് അത് എന്താണെന്ന് പോയി ചോദിക്കുവാനായിട്ട് പറഞ്ഞതും. ജെസ്സി അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അവളൊരു ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. ആ ഡയറി പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സത്യവും മനസ്സിലാകുമെന്നും സുരേഷ് പറയുന്നുണ്ട്. എന്നാൽ അത് കേട്ട് യുവ ആകെ ഷോക്കായി പോവുകയാണ്. തന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് യുവ വിശ്വസിക്കുന്നതും. സുരേഷ് പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ ജെസ്സിയുടെ ഡയറിയിലുള്ള കാര്യങ്ങളെല്ലാം തനിക്ക് അറിയണമെന്നായിരുന്നു യുവ. യുവ നേരെ പോകുന്നത് ജെസ്സിയുടെ റൂമിലേക്കാണ്. എന്നാൽ അവിടെ ഡേവിഡ് ഉണ്ടായിരുന്നു. എന്തിനാണ് അവൾ വരുന്നതെന്ന് മനസ്സിലാക്കിയ ഡേവിഡ് ആണെങ്കിൽ അവളെ അകത്തേക്ക് കടക്കുവാൻ പോലും സമ്മതിച്ചതേയില്ല. ഒടുവിൽ യുവയെ ബലമായി പിടികൂടിയ ഡേവിഡ് ആണെങ്കിൽ ഡയറിയിലുള്ളതെല്ലാം സത്യമാണ്. ജെസ്സിയോട് എനിക്കൊരു മോഹമുണ്ടായിരുന്നു, പക്ഷേ അത് നിറവേറ്റാൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നീ നിന്റെ അച്ഛനോടോ പോലീസ് ഉദ്യോഗസ്ഥനോടോ പറയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ സഹോദരിക്കും ശത്രുതയുണ്ടായിരുന്നു എന്ന് വരുത്തി തീർത്ത് ഞാൻ എല്ലാ കേസും നിന്റെ മണ്ടയിൽ കൊണ്ടുവന്നിടും. ഞാൻ ഏകദേശം ഒരു 5-6 വർഷം ജയിലിൽ കിടക്കുമായിരിക്കും. എന്നാൽ കൊലപാതകി എന്നുള്ള രീതിയിൽ നീയായിരിക്കും അകത്ത് പോകുന്നത്. ഞാൻ അങ്ങനെ കേസ് വരുത്തി തീർക്കുമെന്നും ഡേവിഡ് ഭീഷണിപ്പെടുത്തി. ഡേവിഡിന്റെ ഭീഷണിയിൽ പേടിച്ച യുവയാണെങ്കിലോ ഈ ഒരു കാര്യങ്ങളൊന്നും പുറത്തു പറയുവാനായിട്ട് തയ്യാറായതേയില്ല. തന്റെ ഭർത്താവ് ഇത്രയും മോശപ്പെട്ട ആളാണെന്ന് അപ്പോഴാണ് യുവയ്ക്ക് മനസ്സിലായത്. സത്യം പറ, നിങ്ങളല്ലേ ജെസ്സിയെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ജെസ്സിയോട് മോഹമുണ്ടായിരുന്നതൊക്കെ സത്യം തന്നെ, പക്ഷേ അവളെ ഞാൻ കൊന്നിട്ടില്ല. എന്റെ പേരെങ്ങാനും പുറത്തു പറയുവാനായിട്ട് നീ ശ്രമിച്ചാൽ ഞാൻ നിന്നെ ചിലപ്പോൾ കൊല്ലുമെന്നുള്ള കാര്യവും ഡേവിഡ് പറയുന്നു. ഡേവിഡിനെ പേടിച്ച് യുവ ഒന്നും പുറത്തു പറയതേയില്ല. എന്നാൽ മറ്റൊരു വശത്ത് ഫ്രാൻസിസിന്റെ വൈഫിനെ കാണിക്കുന്നു. എന്തോ കണ്ടവർ ഞെട്ടിയുണരുകയാണ്. ആ ഒരു ദേവിയുടെ വിഗ്രഹം ഇവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ദേവിയുടെ ശാപമായിരിക്കുമോ
പറയാമോ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നും ഫ്രാൻസിസിനോട് വൈഫ് പറയുന്നു. അതേ സമയമായിരുന്നു രഘുപതി അമ്പലത്തിലുള്ള ഒരു സ്വാമിനിയായിട്ടുള്ള സ്ത്രീയെ കാണുവാനായും എത്തുന്നത്. അവരോട് ഫ്രാൻസിസിന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ആ സ്ത്രീ പറയുന്നത് പോച്ചമ്മയുടെ വിഗ്രഹം അവിടെ നിന്നും ഇളക്കിക്കളഞ്ഞതിന് ശേഷമാണ് ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായി തുടങ്ങിയത്. അതൊക്കെ ദേവിയുടെ ശാപമാണ്. ഇതിലും വലുത് അവർക്ക് വരുവാനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ സൂക്ഷിക്കണമെന്നുള്ള കാര്യവും ആ ഒരു സ്ത്രീ പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സുരേഷ് നേരെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് സുരേഷിന്റെ ബോക്സിലാണെങ്കിൽ എന്തൊക്കെയോ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇരിക്കുന്നു. അമ്മയാണ് ഈ പരിപാടി ചെയ്തതെന്ന് സുരേഷിന് മനസ്സിലായി. അമ്മ ഇപ്പോഴും മോഷണം നിർത്തിയില്ല അല്ലേ എന്ന് പറഞ്ഞ് അമ്മയെ അവൻ വഴക്ക് പറയും. അതേ സമയം തന്നെയായിരുന്നു ഡേവിഡും പിന്നെ യുവയും ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാനായും എത്തിയത്. സുരേഷ് ആണെങ്കിലോ ഡേവിഡിന്റെ പേരാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേവിഡ് പറയുന്നത് അവൻ ഈ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് എന്റെ പേര് പറഞ്ഞത്, അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാ എന്റെ സഹോദരിയെ മറ്റൊരു കണ്ണിലൂടെ കാണുന്നെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കേസ് സുരേഷിന്റെ മേൽ വഴിതിരിച്ചു വിടുവാനായിട്ടാണ് ഡേവിഡ് ശ്രമിക്കുന്നതും. ഒപ്പം എല്ലാത്തിനും കൂട്ടായിട്ട് യുവയും നിൽക്കുന്നുണ്ട്. യുവ പേടിച്ച് പേടിച്ചാണ് ഡേവിഡ് പറയുന്നതെല്ലാം അനുസരിക്കുന്നതും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പോലീസ് ഉദ്യോഗസ്ഥന് ഡേവിഡിന് നല്ല സംശയമായിരുന്നു. നിന്റെ മേലുള്ള സംശയം ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല എന്നുള്ള കാര്യവും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അവരുടെ നാട്ടില് പോച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തില് ഉത്സവം നടക്കുവാനായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ രഘുപതി ഫ്രാൻസിസിന്റെ ഭാര്യയോട് പറയുന്നുണ്ട്, ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടാലോ എന്ന്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസിന്റെ ഭാര്യ ഉത്സവത്തിന് പങ്കെടുക്കുവാനായി പോവുകയാണ്. എന്നാൽ ആ ഗ്രാമവാസികളൊന്നും തന്നെ ഫ്രാൻസിസിന്റെ ഭാര്യയെ ഉത്സവത്തിന് പങ്കെടുക്കുവാനായി സമ്മതിക്കുന്നതേയില്ല. തെറ്റ് ചെയ്തത് നിന്റെ ഭർത്താവാണ് ഇവിടെ വരേണ്ടത്. മാത്രവുമല്ല പോച്ചമ്മയുടെ വിഗ്രഹം അവരുടെ വീട്ടിൽ പ്രതിഷ്ഠയുണ്ടായിരുന്നത് ഇളക്കിക്കൊണ്ടുവന്ന് ദൂരെ കളഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളാരും ഈ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് ജനങ്ങൾ പ്രശ്നമുണ്ടാക്കി ഫ്രാൻസിസിന്റെ ഭാര്യയെ ഇറക്കിവിടുന്നതും. ഭാര്യ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ യുവയ്ക്ക് ഡേവിഡിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അതെല്ലാം മറച്ചുവെച്ചാണ് അവൾ ഡേവിഡിനോടൊപ്പം ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം യുവ ജോഗിങ്ങിന് പോയി കുറെ കഴിഞ്ഞതും ഡേവിഡിന് ഒരു കോൾ വരും. പോലീസ് ഉദ്യോഗസ്ഥനാണ് വിളിച്ചിരിക്കുന്നത്. യുവയെ വലിയ മലമുകളിൽ നിന്നും താഴെ വീണതായി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് പോലീസുകാർ വിളിക്കുന്നത്. സംഭവ സ്ഥലത്തേക്ക് ഫ്രാൻസിസും കുടുംബവും രഘുപതിയും കുടുംബവും ഒക്കെ എത്തുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ബോധം പോയി, അത്രയേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. യുവയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ദേ ആ നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ മകളെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് പോലീസിനെ വിവരമറിയിച്ചെന്ന് പറഞ്ഞ് ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നു. അയാളുടെ പേര് റെഡ്ഡി എന്നാണ്. റെഡ്ഡിയെ കണ്ടതും ഫ്രാൻസിസ് വല്ലാതെ ദേഷ്യപ്പെടും. ചിലപ്പോൾ ഇവൻ തന്നെയാകാം എന്റെ മകളെ തള്ളിവിട്ടത്, അതിനും ഇവൻ മടിക്കില്ല എന്നും ഫ്രാൻസിസ് പറയുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് അയാളെ പരിചയമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കും. എങ്ങനെയാണ് റെഡ്ഡിയുമായിട്ട് പരിചയമെന്ന് ഫ്രാൻസിസ് തുറന്നു പറയുന്നു. യുവയുടെ വെഡിങ് ആനിവേഴ്സറി ദിവസം എല്ലാവരും ആഘോഷമൊക്കെ നടത്തുകയാണല്ലോ. അവിടേക്ക് റെഡ്ഡി എത്തുന്നു. സത്യത്തിൽ റെഡ്ഡിക്ക് ഫ്രാൻസിസിന്റെ ആ ഒരു എസ്റ്റേറ്റിന് മേൽ നല്ല നോട്ടമുണ്ട്. ജാതകത്തിലേക്ക് വിശ്വസിക്കുന്ന ആളാണ് റെഡ്ഡി. റെഡ്ഡിയുടെ ജാതക പ്രകാരം ഈ ഒരു എസ്റ്റേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ റെഡ്ഡി നല്ല ഉയരത്തിലേക്ക് പോകുമെന്നാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു എസ്റ്റേറ്റ് വാങ്ങണമെന്ന് കരുതിയാണ് റെഡ്ഡി ഫ്രാൻസിസിനടുത്തേക്ക് എത്തുന്നത്. എസ്റ്റേറ്റ് തനിക്ക് തരണമെന്ന് റെഡ്ഡി പറയുമ്പോഴോ അതൊന്നും പറ്റില്ല എന്നാണ് ഫ്രാൻസിസ് പറയുന്നതും. റെഡ്ഡിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നു. അതേ സമയത്തായിരുന്നു അവിടേക്ക് ജെസ്സി വരുന്നത്. ജെസ്സിയുടെ കയ്യിൽ നിന്നും ഒരു വൈൻ റെഡ്ഡി വാങ്ങിക്കുകയുണ്ടായി. മാത്രമല്ല ജെസ്സിയെ വല്ലാതെയാണ് റെഡ്ഡി നോക്കുന്നതും. ഈ ഒരു കാര്യമെല്ലാം ഫ്രാൻസിസ് ശ്രദ്ധിച്ചിരുന്നു. ഇവൻ തന്നെയായിരിക്കും എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് എന്റെ ഇളയ മകളെ കൊന്നുകളഞ്ഞത്, മൂത്ത മകളെ കൊല്ലുവാനായും ശ്രമിച്ചതെന്നും പറഞ്ഞ് ഫ്രാൻസിസ് വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു. എന്നാൽ റെഡ്ഡിയോട് പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരു കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് ആ ഒരു എസ്റ്റേറ്റിന്മേൽ നോട്ടമുണ്ട്, അത് സത്യം തന്നെയാ, അത് എങ്ങനെയെങ്കിലും എനിക്ക് കൈക്കലാക്കണം, അതിന് സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കമ്മീഷൻ തരാമെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നു. മറ്റൊരു വശത്ത് യുവയെ കാണുവാൻ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ഫ്രാൻസിസിന്റെ വൈഫ്. പോച്ചമ്മയുടെ വിഗ്രഹം വീട്ടിൽ നിന്നും ഇളക്കിക്കളഞ്ഞത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നമൊക്കെ നടക്കുന്നതെന്നാണ് ഫ്രാൻസിസിന്റെ വൈഫ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉപേക്ഷിച്ച വിഗ്രഹം നമുക്ക് തിരികെ കൊണ്ടുവന്ന് പഴയതുപോലെ പൂജ നടത്തണം, എങ്കിലേ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറൂവെന്നും ഭാര്യ പറയുന്നു. മാത്രമല്ല രഘുപതിയോടും പറയുന്നുണ്ട് വിഗ്രഹം എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണമെന്ന്. ഇതെല്ലാം രഘുപതിയുടെ ഇളയ മകൾ കേൾക്കുന്നുണ്ട്. വിഗ്രഹം തിരികെ കൊണ്ടുവരണമെന്നും ഇളയ മകൾ തീരുമാനിക്കുന്നു. വിഗ്രഹം ഇളക്കി കളയുവാനായിട്ട് കൊണ്ടുപോയ ആളിനടുത്തേക്ക് എത്തുകയാണ് ഇളയ മകൾ. വിഗ്രഹം എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ സ്ഥലമാ, അവിടെ ഇറങ്ങിയെടുക്കുന്നതൊക്കെ നല്ല പാടാ, വേണമെങ്കിൽ ഞാൻ സ്ഥലം കാണിച്ചു തരാം, എന്നെ കൊണ്ടത് തിരികെ കൊണ്ടുവരാനൊന്നും കഴിയില്ല എന്നും അയാൾ പറയുന്നു. അങ്ങനെ രഘുപതിയുടെ ഇളയ മകൾക്ക് വിഗ്രഹം ഉപേക്ഷിച്ച സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് അയാൾ. അതേസമയം ഹോസ്പിറ്റലിലായിരുന്ന ജെസ്സി കണ്ണു തുറക്കുകയാണ്.
ജെസ്സിക്കടുത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ താൻ ജോഗിങ്ങിന് പോയി നന്നായിട്ട് ക്ഷീണിച്ചു ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോൾ ദേ പോച്ചമ്മയുടെ രൂപം തന്റെ മുന്നിലേക്ക് വന്നു എന്നുള്ള കാര്യം ജെസ്സി പറയുന്നു. പോച്ചമ്മയെ നീ കണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ പോച്ചമ്മയുടെ വേഷം കിട്ടിയ ഒരാളാണ്, അതാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ജെസ്സി പറയുന്നു. ആരാണെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ വേറാര്, എന്റെ ഹസ്ബൻഡായിട്ടുള്ള ഡേവിഡ്. ഒരു ദിവസം പോച്ചമ്മയുടെ മുഖംമൂടി ധരിച്ച് എന്നെ പേടിപ്പിച്ചിരുന്നു. അന്ന് ഞാൻ എന്നെ പേടിപ്പിക്കരുതെന്ന് പറഞ്ഞതാണ്. എന്തിനാ നിന്നോട് ഡേവിഡ് അങ്ങനെ കാണിക്കാൻ, എന്തിനാ നിന്നെ മലയുടെ മുകളിൽ നിന്ന് തള്ളിവിടുന്നത് എന്നൊക്കെ ഫ്രാൻസിസ് ചോദിക്കുമ്പോൾ വേറെന്തിന്, ജെസ്സിയോട് അയാൾ പെരുമാറിയ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, അത് പുറത്തു പറയാതിരിക്കുവാൻ വേണ്ടിയിട്ടെന്നും യുവ പറയുന്നു. എന്നിട്ട് ജെസ്സിക്ക് മേൽ ഡേവിഡിന് നോട്ടമുണ്ടായിരുന്ന കാര്യമെല്ലാം അവൾ തുറന്നു പറയുകയാണ്. അത് കേട്ട് ഫ്രാൻസിസിന് വല്ലാതെ ദേഷ്യം വരുന്നു. ഡേവിഡിന് നല്ലത് കൊടുക്കണമെന്നും ഫ്രാൻസിസ് തീരുമാനിക്കുകയാണ്. മറ്റൊരു വശത്ത് ഉറക്കമുണ്ടെന്ന ഡേവിഡ് തന്റെ ഭാര്യ ജോഗിങ്ങിന് പോയപ്പോൾ മലമുകളിൽ നിന്ന് താഴേക്ക് വീണുവെന്നും പോച്ചമ്മയുടെ വേഷം ധരിച്ച ഒരാളാണ് അവളെ തള്ളിവിട്ടതെന്നും ഡേവിഡ് അറിയുന്നു. ഡേവിഡിന് അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. കാരണം ഡേവിഡ് അന്ന് പോച്ചമ്മയുടെ മുഖംമൂടി ധരിച്ച് അവളെ പേടിപ്പിച്ചില്ലേ, അപ്പോൾ അവൾ പറഞ്ഞിരുന്നു ഇനി എന്നെ ഇങ്ങനെ പേടിപ്പിക്കരുതെന്ന്. അന്ന് തന്നെ ഡേവിഡ് ആണെങ്കിൽ സുരേഷിനെ മുഖംമൂടി ഏൽപ്പിച്ചിട്ട് ഒരു പെട്ടിയിൽ കൊണ്ടുവന്ന് അടച്ചു വെക്കുവാനായി പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ മുഖംമൂടി ഡേവിഡ് കാറിൽ കയറുമ്പോൾ ആ കാറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഡേവിഡിന് സുരേഷിനെ നല്ല സംശയം തോന്നും. നേരെ സുരേഷിനടുത്തേക്കാണ് എത്തുന്നത്. നീയല്ലേടാ പോച്ചമ്മയുടെ വേഷം കെട്ടി എന്റെ ഭാര്യയെ മലമുകളിൽ നിന്ന് താഴേക്ക് തള്ളിവിട്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല, ഞാനെന്തിനങ്ങനെ ചെയ്യണമെന്നും സുരേഷ് പറയുന്നു. അല്ല, ഞാൻ നിന്റെ കയ്യിലല്ലേ എന്ന് മുഖംമൂടി ഏൽപ്പിച്ചത്, പക്ഷേ നീ അത് പെട്ടിക്കുള്ളിൽ വെക്കാതെ നീ അത് വേഷം കെട്ടി എന്റെ ഭാര്യയെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചുവല്ലേ എന്ന് പറഞ്ഞ് തല്ലുന്നു. സുരേഷ് പറയുന്നൊന്ന് കേൾക്കുവാനായിട്ട് ഡേവിഡ് തയ്യാറാകുന്നതേയില്ല. ഡേവിഡ് ആണെങ്കിലോ അവനെ തല്ലി ചതയ്ക്കുകയാണ്. ഡേവിഡ് സുരേഷിനെ അവിടെ കെട്ടിയിട്ടിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഡേവിഡിന് സുരേഷിന് നല്ല സംശയമുണ്ട്. അതേസമയം യുവയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കുകയാണ്. യുവയും കൂട്ടി അവരുടെ ഫാമിലി എല്ലാം വരുന്ന വഴിയിൽ ട്രാഫിക് ജാം ഉണ്ടാകുന്നു. എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് രഘുപതി ഇറങ്ങി നോക്കുന്ന സമയത്ത് വണ്ടി ആക്സിഡന്റ് ആയിരിക്കുന്നു. ആ വണ്ടിയിലുണ്ടായിരുന്നത് മറ്റാരുമല്ല, ഡേവിഡാണ്. ഡേവിഡ് സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഡേവിഡ് മരിച്ചു എന്നുള്ള കാര്യം യുവ അറിയുകയുണ്ടായി. മാത്രവുമല്ല തന്റെ സഹോദരിയോട് അവൻ മോശമായി പെരുമാറിയത് കൊണ്ട് ഭർത്താവ് മരിച്ചതിൽ യുവയ്ക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഡേവിഡിന്റെ മരണാനന്തര ചടങ്ങ് എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഫ്രാൻസിസിന്റെ ഭാര്യയ്ക്ക് പോച്ചമ്മയുടെ വിഗ്രഹം ഈ വീട്ടിൽ നിന്നും ഇളക്കി കളഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീട് വിൽക്കാമെന്നുള്ള കാര്യം ഫ്രാൻസിസിനോട് പറയുന്നു. ഫ്രാൻസിസ് അങ്ങനെ വിൽക്കുവാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. ആളിനെയും അന്വേഷിക്കുന്നു. അതേസമയം റെഡ്ഡി ഫ്രാൻസിസിനടുത്തേക്ക് വരുന്നു. എന്തായാലും നിങ്ങൾ വീട് വിൽക്കുവാനായി നോക്കുകയല്ലേ, ഈ വീട് എന്നെ ഏൽപ്പിക്കുവാനായിട്ടും റെഡ്ഡി പറയും. പക്ഷേ ആർക്ക് കൊടുത്താലും റെഡ്ഡിക്ക് കൊടുക്കുവാനായിട്ട് ഫ്രാൻസിസിന് താല്പര്യമേ ഇല്ല. മാത്രവുമല്ല കുറേ വർഷങ്ങളായിട്ട് എസ്റ്റേറ്റിന്റെ കാര്യമെല്ലാം നോക്കുന്നത് രഘുപതിയും കുടുംബവുമാണല്ലോ. അതുകൊണ്ട് തന്നെ രഘുപതിയും കുടുംബത്തിനെയും എസ്റ്റേറ്റ് ഏൽപ്പിക്കുവാനായിട്ടും ഫ്രാൻസിസ് തീരുമാനിക്കുന്നു. കാശൊന്നും വാങ്ങാതെ ഫ്രീ ആയിട്ടാണ് ആ ഒരു എസ്റ്റേറ്റ് ഫ്രാൻസിസും കുടുംബവും രഘുപതിയെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ഫ്രാൻസിസും കുടുംബവും രഘുപതിയോടും കുടുംബത്തിനോടും യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ രഘുപതിയുടെ മുഖത്തെ എക്സ്പ്രഷനിൽ മാറ്റമുണ്ടാകുന്നു. രഘുപതി തന്റെ ഭാര്യയെ നോക്കി ചിരിക്കുകയാണ്. ഭാര്യയും രഘുപതിയെ നോക്കി പുഞ്ചിരിക്കുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ആ ഒരു എസ്റ്റേറ്റിൽ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ കാരണക്കാരൻ മറ്റാരുമല്ല, രഘുപതിയും കുടുംബവും തന്നെയാണ്. സത്യത്തിൽ ആ ഒരു എസ്റ്റേറ്റും എസ്റ്റേറ്റിലുണ്ടായിരുന്ന ബംഗ്ലാവും എല്ലാം സത്യത്തിൽ രഘുപതിയുടേതായിരുന്നു. രഘുപതി ബിസിനസ് ചെയ്ത് ബിസിനസ് പൊട്ടിയപ്പോൾ രഘുപതിക്ക് എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ നഷ്ടമായി. അങ്ങനെ രഘുപതി സങ്കടപ്പെട്ട് നടക്കുന്ന സമയത്തായിരുന്നു ഒരു വയസ്സായ ആളിനെ കാണുന്നത്. അയാൾ രഘുപതിയോട് ഒരു കാര്യം പറയുന്നു. എനിക്കൊരു ഓലച്ചുവടി കിട്ടിയിരുന്നു. അതിനുള്ളിൽ നിങ്ങളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിനടുത്തായിട്ട് ഒരു നിധിയുണ്ട്. വിലമതിക്കാനാകാത്ത വസ്തുക്കളെല്ലാം അടങ്ങിയ ഒരു നിധിയാണത്. അതെവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യവും ഓലച്ചുവടിയിൽ ഉണ്ടെന്നുള്ള കാര്യവും ആ ഒരു വയസ്സായ ആൾ പറയുന്നു. അത് കേട്ടതും രഘുപതി ആകെ തകർന്നു പോവുകയാണ്. ഈ ഒരു വിവരം തന്റെ ഭാര്യയും മൂത്ത മകനായ സുരേഷിനെയും അറിയിക്കുന്നുണ്ട്. തന്റെ ബിസിനസ് നഷ്ടമായി, ആകെയുണ്ടായിരുന്ന എസ്റ്റേറ്റും ബംഗ്ലാവും നഷ്ടമായി. അതിലുണ്ടായിരുന്ന നിധിയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇനി അതും കൂടി നഷ്ടപ്പെടുമോ എന്ന ടെൻഷനായിരുന്നു രഘുപതിക്ക്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ ഒരു എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ തിരിച്ചു പിടിക്കണമെന്നും രഘുപതി തീരുമാനിക്കുന്നു. അതേ സമയമായിരുന്നു രഘുപതിയുടെ രണ്ട് മക്കളും അവിടെ ഇരുന്ന് കളിക്കുന്നത്. ആ സമയം മൂത്ത മകനായിട്ടുള്ള സുരേഷ് പറയുന്നുണ്ട്, എല്ലാ കരുക്കളും തനിക്ക് നഷ്ടമായി, അവസാനം ഒരു കരു മാത്രം തന്റെ കൈവശമുണ്ട്, അത് വെച്ച് കളിയിൽ മുന്നേറാമെന്നും സുരേഷ് പറയുന്ന കാര്യം രഘുപതി ശ്രദ്ധിക്കുന്നു. തന്റെ മുന്നിൽ അവസാനമായിട്ടൊരു അവസരം കൂടി ഉണ്ടെന്നും രഘുപതി മനസ്സിലാക്കും.
ഇപ്പോൾ ആ ഒരു എസ്റ്റേറ്റും ബംഗ്ലാവും ഉള്ളത് ഫ്രാൻസിസിന്റെയും വൈഫിന്റെയും കൈവശമാണല്ലോ. അവരെ അവിടെ നൈസിന് വിളിച്ചു വരുത്തുകയാണ്. മാത്രമല്ല അവരെ കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പോച്ചമ്മയുടെ വിഗ്രഹം അവിടെ നിന്ന് എടുപ്പിക്കണം. ഫ്രാൻസിസിന്റെ വീട്ടിൽ ഒരു ജോലിക്കാരനുണ്ട്. അയാളെ കൊണ്ട് ഫ്രാൻസിസിന്റെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയാണ് രഘുപതി ചെയ്തത്. അങ്ങനെ അയാൾ പറഞ്ഞതനുസരിച്ചാണ് ഫ്രാൻസിസ് പോച്ചമ്മയുടെ വിഗ്രഹം അവിടെ നിന്നും ഇളക്കി ദൂരെ കൊണ്ടുവന്ന് കളയുകയുണ്ടായതും. മാത്രവുമല്ല അതിനുശേഷം ആ വീട്ടില് ഓരോ കാര്യങ്ങളും സംഭവിക്കുവാനായി തുടങ്ങിയില്ലേ, അതെല്ലാം രഘുപതിയുടെ ഭാര്യയും സുരേഷും ചേർന്ന് ചെയ്യുന്നതാണ്. ഇളയ മകൾ ചെറിയ കുട്ടി ആയതുകൊണ്ടാണ് ആ കുട്ടിയെ ഇതിനൊന്നും ചേർക്കാത്തത്. മാത്രവുമല്ല പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവർ മൂന്ന് പേരും നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നു. അടുത്തതായിട്ട് ഇവർ പ്ലാൻ ചെയ്തത് ജെസ്സിയെ എങ്ങനെയെങ്കിലും സുരേഷിനെ കൊണ്ട് പ്രണയിപ്പിക്കുക. അതാണ് അവർ അടുത്തതായി ചെയ്തത്. രഘുപതി പറഞ്ഞതനുസരിച്ചാണ് സുരേഷ് ജെസ്സിയെ പ്രണയിച്ചതും. മാത്രവുമല്ല ഡേവിഡിന് ജെസ്സിയോട് താല്പര്യമുണ്ട് എന്നുള്ള കാര്യമെല്ലാം ജെസ്സിയെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് സുരേഷ് ആയിരുന്നു. ഒരു ദിവസം സുരേഷ് ഒരു പാത്രം മനഃപൂർവ്വം തന്റെ കയ്യിൽ നിന്നും തറയിലേക്ക് വീഴ്ത്തി. ജെസ്സിയെ ഡേവിഡ് നോക്കിക്കൊണ്ട് നിൽക്കുന്നതെല്ലാം സുരേഷ് കണ്ടതുകൊണ്ടാണ് മനഃപൂർവ്വം അങ്ങനെ ചെയ്യിച്ചത്. അങ്ങനെയാണ് ജെസ്സി തന്നെ ഈ ഡേവിഡ് നിരീക്ഷിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതും. ഇതെല്ലാം അവരുടെ പ്ലാനായിരുന്നു. മാത്രവുമല്ല ജെസ്സിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ചതുവരെ ഇവരുടെ പ്ലാനാണ്. കാരണം ജെസ്സിയും സുരേഷും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും വീട്ടുകാരെ അറിയിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് സുരേഷ് പറഞ്ഞു കൊടുത്ത ഐഡിയയാണ്, ഞാൻ എന്തെങ്കിലും കാര്യം പറയുന്നത് എന്റെ വീട്ടുകാർ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് പോലെ അഭിനയിക്കും. അവരെ വിരട്ടുന്ന സമയത്താണ് അവരതെല്ലാം കേൾക്കുന്നത്. അതുപോലെ നീ ഒന്ന് ചെയ്യുവാനായിട്ടും ജെസ്സിയോട് പറയുന്നു. ജെസ്സി ഈ ഒരു കാര്യമൊക്കെ അവൻ പറഞ്ഞതുപോലെ ചെയ്യിക്കാണ്. പക്ഷേ അവൾക്ക് ഉയരമൊക്കെ നല്ല പേടിയായതുകൊണ്ട് തന്നെ ഒരു കാര്യം അച്ഛൻ ഡ്രഗ്സ് ഉപയോഗിക്കത്തില്ലേ, ആ ഡ്രഗ്സ് നീ യൂസ് ചെയ്യുവാനായിട്ടും സുരേഷ് പറഞ്ഞു. അത് എടുത്തു കൊടുത്തതുവരെ സുരേഷ് ആയിരുന്നു. അങ്ങനെ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് അവൾ മുകളിലേക്ക് കയറിയതും. മാത്രവുമല്ല കയറി നിന്ന് അവളെ താഴേക്ക് തള്ളിയിടുവാനായി പോകുന്നത് രഘുപതിയാണ്. അതേസമയം അതെല്ലാം കാണുന്ന സുരേഷിന് ജെസ്സിയോട് ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. വേണ്ടച്ചാ, എനിക്ക് അവളോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും നിധിയെല്ലാം കുഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാശുകാരാകും. അപ്പോൾ നിനക്ക് നല്ല പെണ്ണിനെ കിട്ടുമെന്ന് രഘുപതി ഉപദേശിച്ചിട്ടാണ് രഘുപതി അവളെ പതിയെ താഴേക്ക് തള്ളിയിട്ടത്. അങ്ങനെയാണ് ജെസ്സി മരണപ്പെട്ടതും. മാത്രവുമല്ല ഡേവിഡ് മരിക്കുവാനായിട്ട് കാരണവും രഘുപതി തന്നെയാണ്. ഡേവിഡ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണല്ലോ സുരേഷിനടുത്തേക്ക് വന്നത്. സുരേഷിനെ ആണെങ്കിൽ അവന് നല്ല സംശയവുമുണ്ട്. സുരേഷിനെ തല്ലി കെട്ടിയിട്ടതിന് ശേഷമാണ് ഡേവിഡ് അവിടെ നിന്നും നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. എന്നാൽ സുരേഷിന്റെ കൈവശം ഒരു ഇരുമ്പ് ആയുധം കിട്ടുന്നത് കൊണ്ട് തന്നെ സുരേഷ് തന്റെ കയ്യിലെ കെട്ട് എങ്ങനെയൊക്കെയോ അറുത്തതിനു ശേഷം അച്ഛനായ രഘുപതിയെ വിളിക്കുന്നു. ഡേവിഡ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. അവൻ അവിടേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നും സുരേഷ് അച്ഛനോട് പറയും. ഉടനെ തന്നെ രഘുപതിയാണെങ്കിലോ ഒരു വാടക കൊണ്ട് ഏർപ്പാടാക്കുകയാണ്. അയാളുടെ കൈവശം ഒരു ലോറിയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അയാൾ ഡേവിഡിനെ ഇടിച്ചു കൊലപ്പെടുത്തി കളഞ്ഞതും. ഇതിനെല്ലാം പിന്നിൽ രഘുപതിയാണ്. മാത്രമല്ല പോലീസ് ഓഫീസർ ഇങ്ങനെ കേസ് അന്വേഷിക്കുവാനൊക്കെ കാരണം രഘുപതിയാ. ആ ഒരു വീട്ടിൽ നിധി ഇരിപ്പുണ്ടെന്നും ഈ നിധിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിൽ പകുതി പോലീസ് ഉദ്യോഗസ്ഥന് തരാമെന്നും അയാൾ ഓഫർ ചെയ്തു. അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരു കേസ് അന്വേഷിക്കുവാനായും തീരുമാനിച്ചത്. മാത്രമല്ല ആ ഒരു വീട്ടുകാരെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു വീട് ഉപേക്ഷിച്ച് പോയിപ്പിക്കണം. അതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരുടെയും രഘുപതിയുടെയും ഭാര്യയുടെയും സുരേഷിന്റെയും പ്ലാനായിരുന്നു. അവരെല്ലാവരും പ്ലാൻ ചെയ്തതുപോലെ തന്നെ വീട്ടിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് കൊണ്ട് ഫ്രാൻസിസും കുടുംബവും വീട് ഉപേക്ഷിച്ച് പോവുകയാണല്ലോ. ഉപേക്ഷിച്ചല്ല, ആ ഒരു വീട് രഘുപതിയും കുടുംബത്തെയും ഏൽപ്പിച്ചിട്ട് പോവുകയാണല്ലോ. അവർക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവർ ആ ഒരു നിധി കുഴിച്ചെടുക്കുകയാണ്. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരും. പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞിരുന്നത് 50-50 ആണല്ലോ. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന് അത് മുഴുവൻ വേണം. പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവും ഒക്കെ കിട്ടുകയാണല്ലോ, പക്ഷേ എനിക്കതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇത് മുഴുവൻ തരണമെന്ന് ആവശ്യപ്പെട്ടു. അത് കേട്ടുകൊണ്ട് നിന്ന രഘുപതിയുടെ ഭാര്യയ്ക്ക് അത് അത്ര ഇഷ്ടമായില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പ് വെച്ച് അയാളുടെ തലക്കടിക്കുകയാണ്. ഒടുവിൽ 4 പേരും ചേർന്ന് വലിയ ഫൈറ്റ് തന്നെ നടക്കും. ഫൈറ്റിനൊടുവിൽ 4 പേരും മരണപ്പെടുകയാണ്. അതേ സമയമായിരുന്നു രഘുപതിയുടെ ഇളയ മകൾ പോച്ചമ്മയുടെ വിഗ്രഹം കണ്ടെത്തുവാനായിട്ട് പോയിരിക്കുന്നതും. ആ കുട്ടിയാണെങ്കിൽ ക്ഷീണിച്ചത് കാരണം മുഖം കഴുകുവാനായിട്ട് ഒരു പുഴക്കരയിലേക്ക് വരുന്നു. അവിടെ നിന്നും കുട്ടിക്ക് പോച്ചമ്മയുടെ വിഗ്രഹം കിട്ടും. ആ കുട്ടി വിഗ്രഹവുമായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് 4 പേരും മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേസമയം കാറിൽ പോവുകയായിരുന്നു ഫ്രാൻസിസും കുടുംബവും. അവർ എന്തോ ഫോട്ടോ വീട്ടിൽ ഉപേക്ഷിച്ച് പോയത് കൊണ്ട് തന്നെ ആ ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയിട്ട് വീണ്ടും ബംഗ്ലാവിലേക്ക് വരുന്നു. അപ്പോൾ അവർ കാണുന്ന കാഴ്ച നിധിയും പിന്നെ മരിച്ചു കിടക്കുന്ന 4 പേരെയുമാണ്. അതോടുകൂടി ഇതെല്ലാം ഇവരുടെ പ്ലാൻ ആയിരുന്നുവെന്നും നിധിക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം പ്ലാൻ ചെയ്ത് തങ്ങളെ ഇവിടെ നിന്നും ഓടിച്ചതെന്നുള്ള കാര്യവും ഫ്രാൻസിസിനും കുടുംബത്തിനും മനസ്സിലായി.
പോച്ചമ്മയുടെ വിഗ്രഹവുമായിട്ട് ആ പെൺകുട്ടി നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് ഇതെല്ലാം ദൈവത്തിന്റെ ശിക്ഷയാണെന്നും ദൈവത്തിനെ വെച്ച് കളിച്ചവർക്ക് ദൈവം തന്നെ പണി കൊടുത്തുവെന്നും ഫ്രാൻസിസും കുടുംബവും കരുതുന്നു. അങ്ങനെ അവർ വീണ്ടും പഴയതുപോലെ ആ ഒരു ബംഗ്ലാവിൽ താമസിക്കുവാനായും ആരംഭിച്ചു. മാത്രവുമല്ല, അവർ പോച്ചമ്മയുടെ വിഗ്രഹം അവിടെ സ്ഥാപിക്കുകയുണ്ടായി. കൂടാതെ അവരാരാധിക്കുന്ന ദൈവത്തിന്റെ വിഗ്രഹവും സ്ഥാപിച്ചു. രണ്ട് ദൈവങ്ങളുടെ വിഗ്രഹവും അവർ ആരാധിക്കുന്നുണ്ട്. കൂടാതെ ഫ്രാൻസിസിന്റെ ഭാര്യ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. രഘുപതിയും കുടുംബവും മരണപ്പെട്ടു പോയല്ലോ. രഘുപതിയുടെ ഇളയ മകൾക്ക് ആരോരുമില്ലാതായി. അവരുടെ ഇളയ മകളായ ജെസ്സിയും മരണപ്പെട്ടു പോയല്ലോ. ആ കുട്ടിയെ നമുക്ക് വളർത്താമെന്നും ഫ്രാൻസിസിനോട് ഭാര്യ പറയും. ഫ്രാൻസിസും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ അവർ വളർത്തുവാനായും ആരംഭിച്ചു. ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് സീരീസിന്റെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.